നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇൻഫോ നേതൃത്വത്തിൽ നടത്തിയ കർഷക ബന്ദിൽ പ്രതിഷേധമിരമ്പി. കർഷക വേഷത്തിൽ നടത്തിയ കാൽനട പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. KPMS നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ഇടുക്കി പാക്കേജിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ BJP കർഷക മോർച്ച നേതൃത്വത്തിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി നേതൃത്വത്തിൽ നടത്തുന്ന കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ചികിത്സ സഹായ പദ്ധതിയും വിശദീകരണ യോഗവും ധനസഹായ അപേക്ഷ വിതരണവും ഇടവെട്ടിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഇൻഫോം നേതൃത്വത്തിൽ നടത്തിയ റബ്ബർ ബന്ദിൽ പ്രതിഷേധമിരമ്പി. കേരളപ്പിറവി ദിനമായ നവംബർ 1-നാണ് ഇൻഫോം നേതൃത്വത്തിൽ റബ്ബർ ബന്ദും കർഷക വേഷത്തിൽ കാൽനട പ്രതിഷേധ മാർച്ചും നടത്തിയത്. മടക്കത്താനത്ത് നിന്നും തൊടുപുഴ റബ്ബർ ബോർഡ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇൻഫാമിന്റെ നേതൃത്വത്തിൽ റബ്ബർ വ്യാപാരികളുടെയും റബ്ബർ ഉൽപാദക സംഘങ്ങളുടെയും ടാപ്പിംഗ് തൊഴിലാളികളുടെയും കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ കർഷക വേഷത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, PC തോമസ് XMP, PC ജോസഫ് XMLA, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചിപ്പുരയ്ക്കൽ, PV ഏലിയസ്, ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, ജോസ് എടപ്പാട്ട്, KP വർക്കി, റോയ് വള്ളമറ്റം, MT ഫ്രാൻസിസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കർഷക ബന്ദ് സിന്ദാബാദ്. ഇൻഫോം നേതൃത്വത്തിൽ മടക്കത്താനത്ത് നിന്നും ആരംഭിച്ച് പ്രതിഷേധ മാർച്ച് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സെൻട്രലിലും സ്റ്റേറ്റിലും ഒരേ ഗവൺമെന്റ് ഭരിക്കുകയും അവർ കാര്യങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞങ്ങളെ ഇപ്പോഴേ ഈ നിമിഷത്തിൽ നിർബന്ധിക്കുക. പക്ഷേ ഞങ്ങളത് ചെയ്യാനായിട്ട് അങ്ങേയറ്റം ശ്രമിക്കും. കാരണം ഒരു കാലത്ത് 2001-2002 വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് റബ്ബറിന് വിലയിടിഞ്ഞപ്പോൾ ഭാരതത്തിലെ 2 തുറമുഖങ്ങളിലൂടെ മാത്രം, കൽക്കട്ടയിലൂടെയും വിശാഖപട്ടണത്തിലൂടെയും മാത്രമേ ഇവിടെ റബ്ബർ ഇറക്കുമതി ചെയ്യാവൂ. ആ ഇറക്കുമതി ചെയ്യുന്നതിന് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ആ ക്വാളിറ്റി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ചെയ്യാവൂ. നമുക്കറിയാം, റബ്ബറിന്റെ വില കുത്തനെ ഉയരുകയായിരുന്നു. പിന്നീട് അത് താഴ്ന്നത് ഈ അടുത്ത കാലത്താണ് നമുക്കറിയാം. പക്ഷെ ഇന്നിപ്പോഴേ ഭാരതത്തിലെ എല്ലാ ഹാർബറിലൂടെയും റബ്ബർ ഇറക്കുമതി ചെയ്യാനായിട്ട് ആർക്ക് വേണേലും സാധിക്കും. ഒരു ക്വാളിറ്റി ചെക്കിങ്ങുമില്ല. റബ്ബറിൻ്റെ ചെക്കിങ് ക്വാളിറ്റി ചെയ്യാതെ വരുമ്പോഴേ 60,000-70,000 കിലോമീറ്റർ പോകുന്ന ടയറ് 30,000-20,000 ഓടുന്നുള്ളൂ എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇൻഫാം മേഖല രക്ഷാധികാരി ഫാദർ ജോസ് മോനിപ്പള്ളി, ഇൻഫാം ദേശീയ ട്രസ്റ്റി ഡോക്ടർ MC ജോർജ്, റീജിയണൽ പ്രസിഡന്റ് ജോസ് എടപ്പാട്ട്, മേഖലാ പ്രസിഡന്റ് MT ഫ്രാൻസിസ്, മേഖലാ ട്രഷറർ തോമസ് കൂട്ടുങ്കൽ, മേഖലാ സെക്രട്ടറി തങ്കച്ചൻ പാറത്തലയ്ക്കൽ, ജെയിംസ് പള്ളിക്കേമാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
റബ്ബർ വിലയിടിവ് പരിഹരിക്കുക, റബ്ബർ കർഷകരെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻഫോം നേതൃത്വത്തിൽ തൊടുപുഴ റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു. വീടിന് എടുത്തിരിക്കുന്ന ലോൺ തിരിച്ചടക്കുവാൻ, വാഹനത്തിന്റെ ലോൺ തിരിച്ചടക്കുവാൻ, അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടായിരിക്കുന്നു. കർഷകർ, റബ്ബർ കർഷകർ വരുമാനമില്ലാത്തവരായി മാറിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും റബ്ബർ കർഷകർ ആ തരത്തിൽ വരുമാനമില്ലാത്ത ജനവിഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ റബ്ബർ കർഷകരുടെ നഷ്ടമാത്രത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലെ റബ്ബറുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലെ നഷ്ടം എത്രയാണ്? ഈ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 17,000-ഓളം ലക്ഷം ടൺ റബ്ബർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ റബ്ബറിന് ഈ തരത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് എത്രയോ കോടി രൂപയുടെ നഷ്ടം. നമ്മുടെ റബ്ബർ ഉൽപാദന മേഖലയിലെ മാത്രം നഷ്ടം ഏതാണ്ട് 19,000 ലക്ഷം രൂപ വരുമ്പോൾ പ്രിയമുള്ളവരെ, അത്രത്തോളം നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അലോക്കേഷൻ എത്ര കോടി രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് മറ്റ് നിത്യനിദാന ചെലവുകൾ ഒഴിവാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് 2014-15 ബഡ്ജറ്റ് അനുസരിച്ച് മാറ്റിവെച്ചിട്ടുള്ളത് കേവലം 17,000 ലക്ഷം കോടി രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ 17,000 കോടി രൂപ ആ തരത്തിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി മാറ്റിവെക്കുമ്പോഴാണ് റബ്ബർ കാർഷിക മേഖലയിലെ വിലയിടിവ് മൂലം മാത്രം ഏതാണ്ട് 18,000. റീജിയണൽ പ്രസിഡന്റ് ജോസ് എടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഇൻഫോം ദേശീയ സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, പി സി ജോസഫ് XMLA, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചിപ്പരയ്ക്കൽ, PV ഏലിയാസ്, KP വർക്കി, റോയ് വള്ളമറ്റം, ഇൻഫോം മേഖല രക്ഷാധികാരി ഫാദർ ജോസ് മോനിപ്പള്ളി, ഇൻഫോം ദേശീയ ട്രസ്റ്റി ഡോക്ടർ MC ജോർജ്, മേഖല പ്രസിഡന്റ് MT ഫ്രാൻസിസ്, മേഖല ട്രഷറർ തോമസ് കൂട്ടുങ്കൽ, മേഖല സെക്രട്ടറി തങ്കച്ചൻ പാറത്തിലക്കൽ, ജെയിംസ് പള്ളിക്കുമേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത്തിന്റെ വിജയദശമി ദിനപ്രസംഗത്തെ അടിസ്ഥാനമാക്കി തൊടുപുഴയിൽ ചിന്താസായാഹ്നം സംഘടിപ്പിച്ചു. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കാഭ സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ചു. RSS താലൂക്ക് സംഘചാലക് S സുധാകരൻ, KL രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരതത്തിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന പട്ടേലിനെ തമസ്കരിച്ചതിന് വിശദീകരണം ആദ്യം പറയേണ്ടതുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രിയാകുവാൻ മുഴുവൻ ഭാരതവും ഏകകണ്ഠമായി നിശ്ചയിച്ച ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപ് അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ, അതാണ് PCC, KPCC പോലെ അന്ന് ഭാരതത്തിലൊട്ടാകെ 15 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളാണ് ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാകണം എന്ന ചർച്ച സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്നു. കാരണം അങ്ങനെ ആരാണോ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തീരുമാനിക്കപ്പെടുന്നത് ആ ആളായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക. അതുകൊണ്ടാണ് ഈ ചർച്ച പ്രത്യേകം ഉണ്ടാകുവാൻ കാരണം. അങ്ങനെ ചർച്ച വന്നപ്പോൾ ആരായിരിക്കണം എന്നുള്ള അഭിപ്രായം KPMS നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. KPMS സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് A സനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TA ബാബു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് പ്രദീപ് കുമാർ, പ്രകാശ് തങ്കപ്പൻ, KY പൊന്നപ്പൻ, MK രവി, അശ്വിൻ ലാൽ, MC ബോബി, സരസ്വതി മോഹനൻ, ഓമന വിജയകുമാർ, PT ഗോവിന്ദൻ, KK ബാബു, രാജൻ പീരുമേട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പുലയ വിഭാഗം ഇന്ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യപ്പെടേണ്ടി വന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വരുന്ന 3-ാം തീയതി കട്ടപ്പനയിൽ നടത്തുന്ന പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട്
കേരള പുലേർ മഹാസഭ KPMSന്റെ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും അതിയായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഈ 3-ാം തീയതി കട്ടപ്പനയിൽ മുഖ്യമന്ത്രി നടത്തുന്ന പട്ടവിതരണം, ആ പട്ടവിതരണം വെറും ഒരു പട്ടവിതരണം എന്ന് പറഞ്ഞുകൊണ്ട് വെറും തട്ടിപ്പിന്റെ പട്ടവിതരണം നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ, മണ്ണിനോട് മല്ലടിക്കപ്പെടുന്നവൻ ഈ കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പട്ടയം കൊടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ചില ബിനാമികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി വിടിവേല ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് മുതലക്കോടം സദ്ഗമയ സാംസ്കാരിക കലാവേദി നേതൃത്വത്തിൽ മുതലക്കോടം വൃദ്ധ വികലാംഗ സദനത്തിൽ വസ്ത്രവിതരണം നടത്തി. അന്തേവാസികളായ 76 പേർക്കാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്. മുനിസിപ്പൽ കൗൺസിലർ ബാബു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഫാറൂഖ് അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലമായി മുതലക്കോടത്ത് സാംസ്കാരികമായ രംഗങ്ങളിലും അതുപോലെ തന്നെ കലാപരമായ രംഗങ്ങളിലും നിസ്തുല്യമായ പ്രവർത്തനങ്ങൾ തൻ്റേതായ രീതിയിൽ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഓണക്കാലത്ത് സദ്ഗമയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു പൂമൊട്ടുകളൊത്തൊരു പൊന്നോണം എന്ന ഓണാഘോഷ പരിപാടി ചിട്ടപ്പെടുത്തുകയും അതിലൂടെ മങ്ങാട്ടുകവലയിലുള്ള ഇമ്മാനുവൽ സ്നേഹാശ്രമത്തിലെ കുട്ടികൾക്ക് 47 കുട്ടികൾക്ക് നമ്മൾ 1 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുവാനും അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ വൃദ്ധസദനത്തിലേക്ക് 76 പേരുണ്ടെന്ന് അറിയുകയും അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് നമ്മൾ കേരളപ്പിറവിയോടനുബന്ധിച്ച് എത്തിക്കാം എന്ന നല്ലൊരു ദിവസം നോക്കി കൊടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു വേദികളെ ഒരുക്കിയിരിക്കുന്നത്. സെക്രട്ടറി TJ ഡൊമിനിക്, ഷൈജു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ ഭാഗമായി മങ്ങാട്ടുകവല ഇമ്മാനുവൽ സ്നേഹാശ്രമത്തിലെ 47 കുട്ടികൾക്ക് കലാവേദി നേതൃത്വത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു. സംസ്ഥാനത്തെ പട്ടികവർഗക്കാരുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകാത്തതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് വിവിധ ആദിവാസി സംഘടനകൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച കട്ടപ്പന സെൻറ് ജോർജ് പാരിഷ് ഹാളിലേക്ക് അഖില തിരുവിതാംകൂർ മലയരേ മഹാസഭയുടെയും നാഷണൽ ട്രൈബ്സ് ഫ്രണ്ടിൻ്റെയും നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ മാർച്ച് നടത്തുകയാണ്. പ്രധാന ആദിവാസി മേഖലകളിലെല്ലാം തന്നെ കയ്യേറ്റവും ഭൂമി കൈമാറ്റവും ഒക്കെ ധാരാളമായി നടന്നിട്ടുണ്ട്. ആദിവാസികളുടെ ഭൂമി വാങ്ങിയവർക്ക് പട്ടയം നൽകുകയും ആദിവാസികൾക്ക് പട്ടയം നിഷേധിക്കുകയും ചെയ്യുന്നത് കടുത്ത വിവേചനമാണ്. ആദിവാസികളുടെ ഭൂമി കയ്യേറിയവർക്ക് പട്ടയം നൽകാൻ വ്യഗ്രത കാണിക്കുന്ന സർക്കാർ ആദിവാസികളുടെ കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അംഗീകരിക്കാനാവില്ല. കയ്യേറ്റക്കാരെയും കയ്യേറ്റവും സംരക്ഷിക്കുന്ന നിലപാടാണിത്. ആദിവാസികൾക്ക് പട്ടയം നൽകാൻ നിലവിൽ നിയമ തടസ്സമൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനം മാത്രം മതി. ജില്ലയിലെ ആദിവാസി മേഖലകളിലെല്ലാം തന്നെ സംരക്ഷിത വനമേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദിവാസികളുടെ മാത്രം കൈവശ ഭൂമിക്ക് പട്ടയം നൽകാതിരിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ടെന്നും ഇവർ ആരോപിച്ചു. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകാതിരിക്കുന്നത് ഈ ഭൂമി മറ്റുള്ളവർക്ക് കയ്യേറുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഐക്യമലയാരയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് CR ദിലീപ് കുമാർ, കേന്ദ്ര നേതാക്കളായ PI ബൈജു, MG സോമൻ, KK പുഷ്പരാജൻ, MN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി പാക്കേജിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ BJP കർഷക മോർച്ച വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ പേൽ റോയൽ ഹോട്ടലിൽ നടന്ന യോഗം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ കർഷകരുടെ രക്ഷയ്ക്കായി കേന്ദ്രം നൽകിയ ഇടുക്കി പാക്കേജ് കൃത്യമായി നടത്താതെ കാലഹരണപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അവരെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഭരണാധികാരികളുടെ കഴിവില്ലായ്മയുമാണെന്നും ഇടുക്കി പാക്കേജ് നീട്ടിക്കിട്ടുവാൻ രാഷ്ട്രീയ വൈര്യം മറന്നുള്ള കൂട്ടായ ശ്രമമാണ് വേണ്ടതെന്നും കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാത്യു അറയ്ക്കൽ. ഇതിനായി BJP നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും കർഷകരുടെ നേട്ടത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പാക്കേജിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഭാരതീയ ജനതാ കർഷക മോർച്ച വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഇടുക്കി പാക്കേജ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞെന്നു ഞാൻ മനസ്സിലാക്കുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇടുക്കി പാക്കേജിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം. ഇത് എന്തുമാത്രം കർഷകരുടെ പ്രയോജനം ചെയ്യുന്നുണ്ട്? അത് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഏതാനും ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവിടെ ഇവിടെ വെച്ചിട്ട് പോകാനാണോ? ഈ തുക കൊണ്ട് ഇടുക്കിയിലെ ഈ ഏല കർഷകരെയും കുരുമുളക് കർഷകരെയും മുഴുവനായിട്ട് സംരക്ഷിക്കാൻ പറ്റുമോ? കന്നുകാലി വികസനം അത് എങ്ങനെ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ നടത്താൻ പറ്റുമോ? അതിനെക്കുറിച്ചും കൂടെ ഒന്ന് സ്റ്റഡി നടത്തി മന്ത്രിക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാം. മാറി മാറി വരുന്ന സർക്കാരുകൾ
പലപ്പോഴും കാര്യങ്ങൾ ശരിക്കും പഠിക്കാതെയും മനസ്സിലാക്കാതെയും, അതുപോലെ തന്നെ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഈ ഇടുക്കി പാക്കേജ് കൊണ്ടുവന്നത് ഫ്രാൻസിസ് ജോർജാണ് കൊണ്ടുവന്നത്. GT തോമസ് അത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പം ജോയ്സ് ജോർജിന്റെ കയ്യിലാണ്. ഈ ജനപ്രതിനിധികൾ, കാരണം ഫ്രാൻസിസ് ജോർജ് വളരെ കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ ഫ്രാൻസിസ് ജോർജുമായിട്ട് ഒത്തിരിയേറെ ചർച്ചകൾ ചെയ്യുമായിരുന്നു. കാരണം കർഷകരുമായിട്ട് സംസാരിക്കുകയും കർഷക പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ ഒരിക്കലും ശരിയാവില്ല. ഇത് കുറച്ചുകൂടി ഒന്ന്. കുട്ടനാട് വികസന സമിതി ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, മുൻ ഇടുക്കി MP ഫ്രാൻസിസ് ജോർജ്, കർഷക മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സ് ജോൺ, അഡ്വക്കേറ്റ് MS വിനയരാജ്, ബിനു ജെ കൈമൾ, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, മാത്യു സ്റ്റീഫൻ, MN ജയചന്ദ്രൻ, മുഹമ്മദ് റഫീഖ് മൗലവി, CK മോഹനൻ, ഫാദർ ജോസഫ് പൗവത്തിൽ, ജോസുകുട്ടി ഒഴികയിൽ, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, ബിജു പറന്നിലം, സിനു വാലുമേൽ, അഡ്വക്കേറ്റ് TK തുളസീധരൻ, PA വേലുക്കുട്ടൻ, S അനൂപ്, N സുരേഷ് ബാബു, PC മാത്യു, ഡോക്ടർ PC അച്ഛൻകുഞ്ഞ്, TK ജോസ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു.